പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന വയനാട്, എറണാകുളം ജില്ലകളിലേക്കുള്ള LDCയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, എനിക്കു ശേഷം പ്രളയം. അപ്പോൾ ഇത് രണ്ടുമാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മഹാരാജ കേരളവർമ്മയാണ് ഐക്യ കേരളം തമ്പുരാൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. ഇതില് ബ്രഹ്മസമാജം സ്ഥാപിച്ചു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 1875 ബോംബെയിൽ ജനിച്ചു എന്നതും തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. എന്നാൽ ഓപ്ഷനിൽ 2ഉം 4ഉം തെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരമില്ല. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3 ശരിയായിട്ടുള്ളത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ, ചമ്പാരൻ സത്യാഗ്രഹം, ചാനാർ ലഹള, ഇത് 3ഉം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായിട്ടുള്ളതാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻസാറ്റ് 3 DS. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. സ്റ്റീരിയോസ്കോപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കോണ്ടൂർ. ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നീലഗിരി കുന്ന്. ഹൂഗ്ലി നദി സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. കൊൽക്കത്ത. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊൽക്കത്ത. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്? ഓപ്ഷൻ എ ചിന്നാർ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മനു ഫക്കർ. താഴെ പറയുന്ന പ്രസ്താവനകൾ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ്. എന്നാൽ ശരിയായിട്ടുള്ളത് നോക്കാം. മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നീതി ആയോഗ്. അപ്പോൾ പ്രസ്താവനകൾ നോക്കാം. 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണിത്. ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശക സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. താഴെ പറയുന്നതിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വാണിജ്യ ബാങ്കുകൾ. എന്നാൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനി ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ. ഇത് 3ഉം തന്നെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ വാണിജ്യ ബാങ്ക് ഇതിൽ ഉൾപ്പെടുന്നത് അല്ല. താഴെ പറയുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് ഇത്. അപ്പോൾ 1, 2, 3 പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി. പാലിന്റെയും പയർ വർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ാം സ്ഥാനം. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അരവിന്ദ് പനഗരിയ. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 312.
യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഉള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 7ാമത്തെ പട്ടികയിൽ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളുടെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. അപ്പോൾ ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2, 3 ശരിയാണ്. 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. അപ്പോൾ 1, 2, 3 പ്രസ്താവന ശരിയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 4 ശരിയാണ്. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. 1993 രൂപീകൃതമായി 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ശ്രീ നരേന്ദ്രമോദി. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ശ്രീ കിഷോർ മക്വാന. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പത്മ രാമചന്ദ്രൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേരള ഗവൺമെന്റ്. ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് എന്തിനെ? ആൻസർ ഓപ്ഷൻ സി ആണ്, തണ്ണീർത്തടങ്ങൾ. വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നതിൽ ഏതാകുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഷാബാനു കേസ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുന്നു. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കാതോർത്ത് പദ്ധതി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നതിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പി സതീദേവി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉമാണ് ശരി അല്ലാത്തത്. ശരിയായിട്ടുള്ളത് നോക്കാം. സെറിബെല്ലത്തിന്റെ ചുമതലയാണ് അല്ലെങ്കിൽ ധർമ്മമാണ് ശരീരത്തിന്റെ തുലനനില പരിപാലിക്കുന്നു. സെർബ്രത്തിന്റെ ധർമ്മം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ജീവകം എ, അതിന്റെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. ജീവകം ഡി, അതിന്റെ അപര്യാപ്തത രോഗം റിക്കറ്റ്സ്. ഹാൻഡ്, ഫുഡ്, മൗത്ത് ഡിസീസസിന് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അതായത് വൈറസ് ആണ് ഹാൻഡ്, ഫുഡ്, മൗത്ത് ഡിസീസസിന് കാരണമാകുന്ന രോഗാണു. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. അതായത് ഉയർന്ന രക്തസമ്മർദ്ദം പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫീസിമ ഇത് 3ഉം തന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. എലിപ്പനി, ഡിഫ്തീരിയ ഇത് രണ്ടുമാണ് ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിസ് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രണ്ട് മാത്രം. നയനാമൃതം പദ്ധതിയാണ് വരുന്നത്. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ് പ്രിസിപിറ്റേഷൻ ഇൻഡെക്സ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, രണ്ട് മാത്രം. വരൾച്ച. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രണ്ട്. IIT ബോംബെയിലാണ് ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത്. IIT ബോംബെ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം വരുന്ന സ്റ്റീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്കും 450 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം വരുന്ന സ്റ്റീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തവുമുണ്ട്. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ ആൻസർ ഓപ്ഷൻ സി ആണ്, പി മുങ്ങുന്നു, ക്യൂ പൊങ്ങിക്കിടക്കുന്നു. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദന ക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദന ക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻഫ്രാസൗണ്ട്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. 2023 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആൻ ഇ ഹുലിയർ. രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിഥിയം. കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫോമിക് ആസിഡ്. രക്തത്തിന്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിന്റെ pH തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 7.4. താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3, 4. ഇരുമ്പ് തുരുമ്പിക്കുന്നത്, മുട്ട തിളയ്ക്കുന്നത് ഇത് രണ്ടും തന്നെ രാസമാറ്റത്തിൽ ഉൾപ്പെടുന്നതാണ്. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകം. താഴെ തന്നിരിക്കുന്നത് നാടൻ കലാരൂപം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മുടിയേറ്റ്. എന്നാൽ നാടൻ കലാരൂപത്തിൽ ഉൾപ്പെടുന്നതാണ് കന്യാർകളി, അർജുന നൃത്തം, പാവക്കളി. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ആൻസർ ഓപ്ഷൻ സി ആണ്, അഭിനവ് ബിന്ദ്ര. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, PC ഗോപാലൻ. ഇവിടെ ഒരു 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. ഈ വരിയുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്, കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലെ വരികളാണ് തന്നിട്ടുള്ളത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ എ ആണ്, 1998. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആന പാപ്പാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാർവതി ബറുവ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി? ആൻസർ ഓപ്ഷൻ ബി ആണ്, കെ രാധാകൃഷ്ണൻ. വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, NIC.
IoT എന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, MS Excel. അതാണ് ഒറ്റപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതിലേതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദേശീയ പട്ടികജാതി കമ്മീഷനാണ് തന്നിട്ടുള്ളതിൽ ഭരണഘടനാ സ്ഥാപനം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2, 3, 4. അതായത് തന്നിട്ടുള്ള എല്ലാം തന്നെ ശരിയാണ്. സംരക്ഷണ ഉത്തരവ്, താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രസിഡന്റ്. താഴെ പറയുന്നതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തന്നിട്ടുള്ള എല്ലാം ഉണ്ട് അതില്. ഇ-കൊമേഴ്സ്, ഓൺലൈൻ പരാതി നൽകൽ, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ, മധ്യസ്ഥതയിലൂടെ തർക്ക പരിഹാരം. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ശരിയല്ലാത്തത്. എന്നാൽ ശരിയായിട്ടുള്ളതാണ്. കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. മൊഴിയെടുക്കുന്നത് കുട്ടിയുടെ താമസ സ്ഥലത്ത് വച്ചായിരിക്കണം. ഒരു കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വയ്ക്കാൻ പാടില്ല. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് S. മണികുമാർ. കേരള ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. അടുത്തത് മാത്സ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിന്റെ നീളം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്, 50 സെന്റിമീറ്റർ. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 5000. അച്ചുവിന്റെ വീടിന്റെ ചുമര് തേക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനായി 45 ചാക്ക് സിമന്റ് വാങ്ങി. എത്ര ചാക്ക് മണൽ വാങ്ങണം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 225. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആയി എങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 8. 840 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? ആൻസർ ഓപ്ഷൻ എ ആണ്, 6 മണിക്കൂർ. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ്, 19. 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം ഡാഷ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി ആണ്, വ്യാഴം. അടുത്ത പദം കണ്ടെത്തുക. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ZCE. A Xന്റെ സഹോദരിയും X Yയുടെ മകളും Y Zന്റെ മകളുമാണെങ്കിൽ Aയുടെ ആരാണ് Z? ആൻസർ ഓപ്ഷൻ സി ആണ്, അമ്മമ്മ. ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 65 ഡിഗ്രി. അടുത്തത് ഇംഗ്ലീഷ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. Neither Mr. Gupta's son nor his daughter dash to the gym regularly. Answer option D ആണ്, goes. Neither Mr. Gupta's sons and his daughter goes to the gym regularly. If she called me, I dash the party. Answer option B ആണ്, would attend. If she called me, I would attend the party. Dash the boy who talked to me yesterday turned out to the my old neighbor's son. Answer option D ആണ്, the boy who talked to me yesterday
turned out to be my old neighbor's son. I would rather have tea dash coffee. Answer option A ആണ് than. I would rather have tea than coffee. I am older than you dash question mark. Answer option D ആണ് aren't I. I am older than you aren't I. Little Anne always dash to her older brother. Answer option A ആണ് looks up to. Little Anne always looks up to her older brother. Diana's shoes were the perfect dash to her entire outfit. Answer option B ആണ് compliment. Diana's shoes were the perfect complement to her entire outfit. The company gives bonus to its employees only dash because the management is not very generous. Answer വരുന്നത് ഓപ്ഷൻ സി ആണ് once in a blue moon. Substitute the underlined phrase with a suitable word from the following. Susan doesn't go to church as she calls herself as someone who doesn't believe in the existence of God. അതില് someone who doesn't believe in the existence of God ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അതിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഫ്രേസ് ആണ് ഓപ്ഷൻ ഡി atheist. Which of the following has the same meaning as complete? Complete എന്നതിന് സെയിം മീനിങ് ആയിട്ട് വരുന്ന വേർഡ് ആണ് ഓപ്ഷൻ സി whole. അടുത്തത് മലയാള ഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങളാണ്. ശരിയായ വാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജാള്യത. ജാള്യത എന്നതാണ് ശരിയല്ലാത്തത്, അതായത് തെറ്റായിട്ടുള്ളത് ജാള്യതയാണ്. എന്നാൽ ശരിയായിട്ടുള്ളത് ജാള്യം, ജളത, ജളത്വം. ഇത് മൂന്നും ശരിയാണ്. മകൾ എന്ന അർത്ഥമുള്ള പദം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് തനയ. രവം വിപരീത പദം എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ് നീരവം. രവം എന്നതിന്റെ വിപരീതം നീരവം. അന്ത അധികം ഛിദ്രം ചേർത്തെഴുതുമ്പോൾ. ആൻസർ ഓപ്ഷൻ ബി ആണ് അന്തഃഛിദ്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൾ ഒറ്റപ്പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജിജ്ഞാസു. അടുത്ത ചോദ്യം, കിങ്കരൻ സ്ത്രീലിംഗ രൂപം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് മിടുക്കർ. വാങ്മയം പിരിച്ചെഴുതുമ്പോൾ. ആൻസർ ഓപ്ഷൻ ബി ആണ് വാക്ക് അധികം മയം, വാഗ്മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുരുടന്മാരോടരുത്. അപ്പോൾ ഈ 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ LDC വയനാട്, എറണാകുളം ജില്ലകളിലേക്ക് വേണ്ടി നടന്നത്. താങ്ക് യു.